ചരിത്രത്തിൽ ചില നിമിഷങ്ങളുണ്ട്. ഒരിക്കലും തകരില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വൻമതിലുകൾ ഒരു ചെറിയ കാറ്റിൽ കടലാസ് കൊട്ടാരം പോലെ തകർന്നു വീഴുന്ന നിമിഷങ്ങൾ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ മഹാരാജ്യം അത്തരമൊരു ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു. എന്ത് സത്യം എന്തു നുണ എന്ന് തീരുമാനിച്ചിരുന്നത് ദില്ലിയിലെ ചില ശീതീകരിച്ച മുറികളിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ചരടുവലിക്കാരായിരുന്നു. അവർക്ക് വേണ്ടി കുഴലൂതാൻ, അവർ പറയുന്ന നുണകൾ സത്യമാണെന്ന് വരുത്തി തീർക്കാൻ കോടിക്കണക്കിന് രൂപയുടെ വിദേശ ക്യാമറകളും തിളങ്ങുന്ന സ്റ്റുഡിയോകളുമായി ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ കാവൽ നിന്നു. ഇതിനെല്ലാം പുറമെ സാങ്കേതിക വിദ്യയുടെ അവസാന വാക്കായി എതിർ ശബ്ദങ്ങളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിവുള്ള BJPയുടെ IT സെൽ എന്ന ഭീമൻ യന്ത്രം. ഈ രണ്ട് അദൃശ്യ സേനകൾക്ക് മുന്നിൽ രാജ്യത്തെ ഏത് വലിയ ജനകീയ സമരവും മുട്ടുകുത്തുമെന്നായിരുന്നു ഇതുവരെയുള്ള ചരിത്രം. കർഷക സമരം മുതൽ പൗരത്വ സമരം വരെ നമ്മളത് കണ്ടതാണ്. അവിടങ്ങളിലൊക്കെ ഭരണകൂടം പയറ്റിയ അതേ തന്ത്രം, അതേ തിരക്കഥ, വിദേശ ഫണ്ടിങ്, പാകിസ്ഥാൻ ബന്ധം, രാജ്യദ്രോഹി പട്ടം, അങ്ങനെ പോകുന്നു ആ സ്ഥിരം ചാപ്പകൾ. പക്ഷേ കാലം കാത്തുവച്ച കാവ്യനിധി മറ്റൊന്നായിരുന്നു. 2026 ഇന്ത്യയുടെ പുതിയ കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു. ആർക്കും വിലക്കെടുക്കാൻ കഴിയാത്ത, ഒന്നിനെയും ഭയമില്ലാത്ത ഒരു പുതിയ തലമുറയുടെ അപ്രതീക്ഷിത കൊടുങ്കാറ്റ്. 2026 നീറ്റ് പരീക്ഷ അഴിമതി പുറത്തു വന്നപ്പോൾ അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയാണ് കരിയിച്ചു കളഞ്ഞത്. രാവും പകലും ഉറക്കമൊഴിച്ചു പഠിച്ച കുട്ടികളുടെ മുന്നിലേക്ക് ചോദ്യപേപ്പറുകൾ പണമെറിഞ്ഞ് വാങ്ങിയവർ കടന്നു വന്നപ്പോൾ പൊട്ടിത്തെറിച്ചത് സ്വന്തം മക്കളെക്കുറിച്ച് സ്വപ്നം കണ്ട മധ്യവർഗത്തിൻ്റെ പ്രതീക്ഷകളാണ്. എക്കാലത്തും ഭരണകൂടത്തിൻ്റെ സുരക്ഷിത വോട്ട് ബാങ്കായിരുന്ന അതേ മധ്യവർഗം തെരുവിലിറങ്ങി. ജന്തർ മന്ദർ എന്ന സമരഭൂമി പതിവില്ലാത്ത വിധം പ്രകമ്പനം കൊണ്ടു. ഇതൊരു സാധാരണ സമരമായിരുന്നില്ല. ജീവനും ജീവിതവും കൈവിട്ടുപോയവരുടെ, വഞ്ചിക്കപ്പെട്ടവരുടെ പോരാട്ടമായിരുന്നു. എന്നാൽ ഇവിടെയും മുഖ്യധാരാ മാധ്യമങ്ങൾ അഥവാ ഗോദി മീഡിയകൾ അവരുടെ സ്ഥിരം നാടകം തുടങ്ങി. വിദ്യാർത്ഥികളുടെ കണ്ണീരിനോ അവർ നേരിടുന്ന അനീതിക്കോ ഒരു വിലയും കൽപ്പിക്കാതെ ആത്മഹത്യകളെക്കുറിച്ച് മൗനം പാലിച്ച് ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് മറ്റ് നിസ്സാര വിഷയങ്ങളായിരുന്നു. സർക്കാരിനെ എങ്ങനെ വെള്ളപൂശാമെന്ന് മാത്രമായിരുന്നു അവരുടെ ചിന്ത. സമരഭൂമിയിലേക്ക് റിപ്പബ്ലിക്കും NDTVയും ഒക്കെ ക്യാമറകളുമായി എത്തിയത് സത്യം ജനങ്ങളെ അറിയിക്കാനായിരുന്നില്ല. മറിച്ച് ഈ സമരത്തെ എങ്ങനെ വഴിതിരിച്ചു വിടാം, എങ്ങനെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റി ഇതിനെ തകർക്കാമെന്ന് പ്ലാൻ ചെയ്തുറപ്പിച്ചാണ്. പക്ഷേ അവിടെയാണ് അവർക്ക് അടിതെറ്റിയത്. ഇത്തവണ അവർക്ക് മുന്നിലുണ്ടായിരുന്നത് വിവരമില്ലാത്ത ആൾക്കൂട്ടമായിരുന്നില്ല, മറിച്ച് ലോക വിവരമുള്ള, മാധ്യമങ്ങളുടെ ഉള്ളുകള്ളികൾ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സമൂഹമായിരുന്നു. ക്യാമറകളും മൈക്കുകളുമായി ജന്തർ മന്ദറിലേക്ക് വന്ന മാധ്യമപ്രവർത്തകർ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ഗോദി മീഡിയ ഗോ ബാക്ക്, ഗോദി മീഡിയ ചോർഹെ എന്ന അലറിയാർക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവർക്ക് നേരെ തിരിഞ്ഞു. ഇന്ന് വരെ ഒരു സമരഭൂമിയിലും ഒരു മാധ്യമപ്രവർത്തകനും ഇത്രയും വലിയൊരു ബഹിഷ്കരണം നേരിടേണ്ടി വന്നിട്ടില്ല. തങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന പരിഗണന പോലും അവർക്കവിടെ ലഭിച്ചില്ല. കാരണം ഈ കുട്ടികൾക്ക് അവരോട് ഒരു ജനാധിപത്യവുമില്ലായിരുന്നു. സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികളെ ഒറ്റിക്കൊടുത്ത് ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിന് വിടുപണി ചെയ്യുന്നവരോട് എന്ത് ജനാധിപത്യം കാണിക്കാൻ? റിപ്പോർട്ട് ചെയ്യാൻ വന്ന അവതാരകരെയും ക്യാമറാമാന്മാരെയും സമരക്കാർ വളഞ്ഞു. അവർ കള്ളം പറയാൻ തുടങ്ങുമ്പോഴേക്കും ചുറ്റും മുദ്രാവാക്യം വിളിച്ച് ആ നുണ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർക്ക് അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വന്നു. തങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും 40 രൂപയും അമേരിക്കയിൽ നിന്നും 20 രൂപയും കിട്ടിയെന്നും അത് വച്ച് മെട്രോയും ഓട്ടോയും പിടിച്ചാണ് താൻ സമരത്തിന് വന്നതെന്നും ഒരു വിദ്യാർത്ഥി ഒരു അവതാരകന്റെ മുഖത്ത് നോക്കി പരിഹസിക്കുന്ന രംഗം ഇന്ത്യ മുഴുവൻ കണ്ടു. पाकिस्तान से आज 40 रुपए आए हैं, 40 रुपए से मैंने मेट्रो करी, फिर अमेरिका से 20 रुपए और आए, तो उससे मैं यहाँ तक आया रिक्शे से. अब वापस जाने के लिए देखता हूँ नेपाल से शायद मंगाना पड़ेगा मेरे को पैसे. यार इंडिया में फंड की कमी हो गई है. सारे फंड क्या कहते हैं, बीजेपी के पोस्टर छपने में चले जाते हैं, बड़ी बड़ी रैलियों में चले जाते हैं, है ना. बात सारी यही आ जाती है कि साला हमें फंड कौन करेगा, उनकी फंडिंग कौन करेगा, ये कोई नहीं पूछेगा. ठीक है, बड़े बड़े ABP न्यूज चैनल क्या कहते हैं, आज तक इनको कौन खरीदेगा, इनकी फंडिंग कोई नहीं पूछेगा. फंडिंग हमारी पूछी जाएगी क्योंकि हम सच के साथ हैं, है ना. फंडिंग കാലങ്ങളായി ഗോദി മീഡിയകൾ പടുത്തുയർത്തിയ ആ രാജ്യദ്രോഹി എന്ന പഴഞ്ചൻ ചാപ്പ അവിടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. BJP റാലികൾക്ക് ഒഴുകുന്ന ഫണ്ടിങ്ങിനെക്കുറിച്ചും കോർപ്പറേറ്റുകളുടെ പണത്തെക്കുറിച്ചും മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി അവർ ചോദ്യങ്ങൾ എറിഞ്ഞു. ഗോദി മീഡിയകൾ ഇങ്ങനെ തേഞ്ഞുപോയ മറ്റൊരു സമരമില്ല. ആ ഒരൊറ്റ സംഭവം കൊണ്ട് ഭരണകൂട മാധ്യമങ്ങളുടെ മുഖം മൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണു. ഗോദി മീഡിയകൾക്ക് സമരഭൂമിയിൽ വിലക്ക് വീണപ്പോൾ ഭരണകൂടം തങ്ങളുടെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു. BJP IT സെൽ.
ലോകത്തിലെ തന്നെ ഏറ്റവും പണക്കൊഴുപ്പുള്ള ഡിജിറ്റൽ പ്രൊപ്പഗണ്ട മെഷീൻ. ജനാധിപത്യപരമായ ഏതൊരു സോഷ്യൽ മീഡിയ ഇടപെടലിനെയും തകർക്കാൻ സാധ്യമായ അതിഭീമൻ പ്രോഗ്രാമിംഗ്. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രക്ഷോഭങ്ങളിലും എതിർകക്ഷികളേക്കാൾ 10 മടങ്ങ് മുന്നിലായിരുന്നു ഇവരുടെ സ്ഥാനം. എന്നാൽ ഈ സമരത്തിന് മുന്നിൽ ചരിത്രത്തിൽ ആദ്യമായി ഈ ഭീമൻ യന്ത്രം നിശ്ചലമായി, ശ്വാസം മുട്ടി. അവർ കിണഞ്ഞു പരിശ്രമിച്ചു. വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഹാഷ്ടാഗുകൾ ഉണ്ടാക്കി സമരക്കാരെ അപമാനിക്കാൻ 10,000-കണക്കിന് ട്വീറ്റുകൾ പടച്ചുവിട്ടു. പക്ഷേ ജന്തർ മന്ദറിൽ നിന്നും രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന യഥാർത്ഥ മനുഷ്യരുടെ ശബ്ദങ്ങൾക്ക് മുന്നിൽ ആ ഡിജിറ്റൽ റോബോട്ടുകൾ തോറ്റമ്പി. സമരത്തിൻ്റെ ഓരോ കോണിൽ നിന്നും 10,000-കണക്കിന് വിഷ്വലുകളും പോസ്റ്റുകളുമാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരുന്നത്. കൽക്കട്ട മുതൽ മുംബൈ വരെയുള്ള നഗരങ്ങളിൽ നിന്നും ഐക്യദാർഢ്യവുമായി എണ്ണമറ്റ ദൃശ്യങ്ങൾ ഒഴുകിയെത്തി. സെലിബ്രിറ്റികൾ പോലും സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. എത്ര ഫണ്ടിങ് ഇറക്കിയിട്ടും എത്ര വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടും സംഘപരിവാറിൻ്റെ IT സെല്ലിന് ആ യുവജന രോഷത്തിൻ്റെ അണക്കെട്ട് തടഞ്ഞു നിർത്താനായില്ല. യഥാർത്ഥ വികാരങ്ങളെ അൽഗോരിതങ്ങൾ കൊണ്ട് തോൽപ്പിക്കാനാകില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. സംഘ് IT സെല്ലിൻ്റെ സാങ്കേതിക മേൽക്കോയ്മ തോറ്റു തുന്നമ്പാടിയ ആദ്യത്തെ സമരമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. തങ്ങളുടെ മാധ്യമങ്ങളും IT സെല്ലും പരാജയപ്പെട്ടുവെന്ന് മനസ്സിലായ ഭരണകൂടം പിന്നീട് ശരിക്കും വിരളി പിടിച്ചു. മോദിയും അമിത്ഷായും കഴിഞ്ഞ 10 വർഷമായി കേൾക്കാത്ത അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ തുരുതുര വന്നുകൊണ്ടിരിക്കുന്നത്. നരേറ്റീവ് കയ്യിൽ നിന്ന് പോയപ്പോൾ അവർ പോലീസിനെയും നിയമങ്ങളെയും കൂട്ടുപിടിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ജൂലൈ 23-ന് മുംബൈയിൽ നമ്മൾ കണ്ടത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച 400-ലധികം വിദ്യാർത്ഥികളെയാണ് മുംബൈ പോലീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന പോലീസിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ ഭയം ഒന്നുകൂടി വ്യക്തമായി. ടിയർ ഗ്യാസും ഷെല്ലും ലാത്തിച്ചാർജും UAPA പോലെയുള്ള കരിനിയമങ്ങളും ജയിലും കാണിച്ച് ഒരു തലമുറയെ പേടിപ്പിക്കാമെന്ന് അവർ കരുതി. പക്ഷേ അടിച്ചു നിലത്ത് വീഴ്ത്തിയവർ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അവർ കണ്ടത്. മാരോ എന്ന് നെഞ്ചു വിരിച്ച് അവർ വീണ്ടും ആക്രോശിച്ചു. പേടിപ്പിച്ചോടിക്കാൻ നോക്കുമ്പോൾ പേടിക്കാത്ത 10,000-ങ്ങളെ നേരിടാൻ ലോകത്തൊരു പോലീസിനും പട്ടാളത്തിനും കഴിയില്ല എന്ന് ഭരണകൂടം നിസ്സഹായതയോടെ തിരിച്ചറിയുകയായിരുന്നു. ഈ സമരം അൺപൊളിറ്റിക്കലിയാണെന്നോ പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാത്തതാണെന്നോ വീട്ടിലിരുന്ന് വിമർശിക്കുന്നവർക്ക് ശരിക്കും തെറ്റി. രാജ്യത്തിൻ്റെ ഭാവി തലമുറ നിർഭയരായി ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് തെരുവിലിറങ്ങുകയും തോക്കിനും ലാത്തിക്ക് മുന്നിൽ തോൽക്കാതെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് യഥാർത്ഥ രാഷ്ട്രീയം. മറ്റു പല സാധ്യതകളുമുള്ള പ്രിവിലേജ്ഡായ കുട്ടികൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നത് ഈ സമരം തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ജീവിതം മാറ്റിക്കളയുന്ന അടിസ്ഥാന വർഗത്തിലെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും കൂടി വേണ്ടിയാണെന്നാണ്. ഇത്രയും വലിയ വർഗബോധത്തോടെ സംസാരിക്കുന്ന പുതിയ തലമുറ തികച്ചും വിസ്മയകരമാണ്. ഗോദി മീഡിയകളെ പടിക്ക് പുറത്താക്കിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ ശബ്ദം ലോകത്തെ അറിയിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തി. ആൾട്ട് ന്യൂസ്, ദ വയർ, ലെലൻ ടോപ്പ്, ന്യൂസ് ലോണ്ട്രി, ദ ക്വിൻ തുടങ്ങിയ 10ഓളം സ്വതന്ത്ര മാധ്യമങ്ങളെ അവർ നെഞ്ചിലേറ്റി. ഞങ്ങൾ കൂലി അടിമകളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരപക്ഷത്ത് നിന്ന ഈ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ യഥാർത്ഥ വാർത്തകൾ ലോകമെമ്പാടും ലൈവായി നിറഞ്ഞു നിന്നു. ഇനി മുന്നിലുള്ള ചോദ്യം, എന്തിനിത്ര കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഭരണകൂടം സംരക്ഷിക്കുന്നു എന്നതാണ്. ഒറ്റ കാര്യമേയുള്ളൂ, ഇന്ന് ജനകീയ സമരത്തിൻ്റെ ശക്തിയാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ നാളെ ജനങ്ങൾ മറ്റൊരാളുടെ രാജി ആവശ്യപ്പെട്ടേക്കും. ഒരു ജനകീയ പ്രക്ഷോഭത്തിന് വഴിപ്പെടുക എന്നത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ആത്മഹത്യാപരമാണ്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലും കുറഞ്ഞ ഒന്നുകൊണ്ടും ഇതിവിടെ അവസാനിക്കുകയുമില്ല. ശരിക്കും ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വ്യക്തിഹത്യയും തെറിവിളിയുമൊന്നും വിലപ്പോകുന്നില്ല. ടിയർ ഗ്യാസും ഷെല്ലും തീരുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നുമില്ല. ഇന്നത്തെ ഡൽഹി ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമായിരുന്നു. ഒരു സ്വേച്ഛാധികാരിയും ശാശ്വതമല്ല. അവർ വീണേ തീരൂ. അതാണ് ചരിത്രം. ഈ ഒറ്റ സമരം കൊണ്ട് ഒരുപക്ഷെ മോദി സർക്കാർ താഴെ ഇറങ്ങിയേക്കില്ല എന്ന് പറയാം. പക്ഷേ 2014 ശേഷം ഇന്നോളം നടന്ന ഏത് സമരത്തെക്കാളും ഈ ഹിന്ദുത്വ സർക്കാർ അടിമുടി വിറച്ചു പോയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമരത്തെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന, ചോര കണ്ടാൽ ഭയക്കാത്ത ഒരു പുതിയ തലമുറയെ മെരുക്കാനോ വളയ്ക്കാനോ ഉള്ള ഒരു മരുന്നും ഭരണകൂടത്തിൻ്റെ കയ്യിലില്ല. ഡൽഹി സമരത്തിൻ്റെ എണ്ണമറ്റ വിഷ്വലുകളും വിദ്യാർത്ഥികളുടെ അഭിമുഖങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമരത്തിൻ്റെ ഇരമ്പം നീതിബോധമുള്ള സകല മനുഷ്യരുടെയും തലയിൽ വലിയൊരു പ്രത്യാശയുടെ ചൂളം കൊത്തുന്നുണ്ട്. അതെ, വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് ഇന്ത്യയിൽ വീശി തുടങ്ങിയിരിക്കുന്നു.